ഹായ് ഓൾ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാക്രോ പ്രോസസർ ഡിസൈൻ ഓപ്ഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിൽ തന്നെ സബ് ഹെഡിങ് 3 സബ് ഹെഡിങ് കൂടെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആണ് റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയും. റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റിക്കർസീവ് ആയിട്ട് കോൾ ചെയ്യുക. അതേപോലെ തന്നെയാണ് എന്താണ് ഒരു മാക്രോയ്ക്കകത്ത് വേറൊരു മാക്രോയെ കോൾ ചെയ്യുന്നതിനെയാണ് ഇവിടെ നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ച അൽഗോരിതം ഉപയോഗിച്ച് ഈ റിക്കർസീവ് മാക്രോ എക്സ്പാൻഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് നോക്കൂ, നമ്മൾ പഠിച്ച അൽഗോരിതത്തിൽ 2 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു തവണ നമ്മൾ ഒരു മാക്രോയുടെ ഡെഫിനിഷനകത്ത് ഒരു എക്സാമ്പിൾ നോക്കിക്കൊണ്ട് പറയാം. ഇതൊരു മാക്രോ ആണ്. ഈ മാക്രോ എംഎൻഡ് എന്ന് പറയുന്ന അതിനകത്ത് നിൽക്കുന്ന ഒരു മാക്രോയുടെ പേര് RDBuf. ഇതിനകത്ത് തന്നെ ഞാൻ വേറൊരു മാക്രോയെ കോൾ ചെയ്തേക്കുകയാണ്. എന്താണ് ആ മാക്രോയുടെ പേര്? RDCHR, റീഡിക്കാർ എന്ന് വിചാരിക്കുക. RDBuf എന്ന് പറയുന്ന ഔട്ടർ മാക്രോയും ആ മാക്രോയിലേക്ക് 3 പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. RDCHR അല്ലെങ്കിൽ റീഡിക്കാർ എന്ന് പറയുന്നത് വേറൊരു മാക്രോ ഞാൻ വേറൊരിടത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാരാമീറ്ററുമാണ് വരുന്നത്. 2 മാക്രോ ഉണ്ട്, RDBufഉം റീഡിക്കാറും. അതിനകത്ത് ഈ RDBufന്റെ ഡെഫിനിഷനകത്താണ് നമ്മൾ രണ്ടാമത്തെ മാക്രോ ആയിട്ടുള്ള റീഡിക്കാറിനെ ഇൻവോക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. ആണല്ലോ, റീഡിക്കാർ ആൻഡ് ഇൻഡെവ് എന്താണ്? ഇവിടെ ഇൻഡെവിന്റെ പാർട്ടിൽ എന്ത് പാരാമീറ്റർ വരുന്നോ അതാണ് RDക്കാറിനുള്ള പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഇൻവോക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. RDBuf എന്ന് പറയുന്ന ഒരു മാക്രോയുടെ ഡെഫിനിഷൻ പാർട്ടിലാണ് നമുക്ക് എന്തുള്ളത്? RDCHR എന്ന് പറയുന്ന ഒരു മാക്രോയെ ഇൻവോക്ക് ചെയ്തിരുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഈ മാക്രോയെ നമ്മൾ പുറത്തുള്ള മാക്രോയെ ഞാൻ ഇൻവോക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് RDBuf ബഫർ ലെങ്ത് F1 എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഏത് മാക്രോയുടെ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ്? ഔട്ടർ മാക്രോയുടെ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഇൻഡെവിന്റെ പാർട്ടിലെല്ലാം എന്ത് വരും? F1 എന്ന ആയിരിക്കും വരിക. ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഞാൻ ഇൻവോക്ക് ചെയ്താൽ എൻ്റെ ആർഗ്യു ടേബിൾ എങ്ങനെയായിരിക്കും ഇരിക്കുക? ആർഗ്യു ടേബിൾ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ആർഗ്യുമെന്റ് ടേബിള് ഒരു ഒന്നാമത്തെ പാരാമീറ്റർ ബഫർ, രണ്ടാമത്തേത് ലെങ്ത്. എന്തായിരുന്നു നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്? എന്തായിരുന്നു? ഇവിടെ എഴുതാം, RDBuf ബഫർ ലെങ്ത് F1 എന്നായിരുന്നു. ഒന്നാമത്തെ പാരാമീറ്റർ ബഫർ ആണ്, രണ്ടാമത്തേത് ലെങ്ത് ആണ്, മൂന്നാമത്തേത് F1 എന്നതാണെന്നും അറിയാം. ഇനി ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതാണ് നമ്മളുടെ ആർഗ്യുമെന്റ് ടേബിള്. ഇനി നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ ആ മാക്രോയെ എന്താണ് ചെയ്യുക? ഇൻവൊക്കേഷൻ ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ എക്സ്, ക്ലിയർ എ, ക്ലിയർ എസ് ഇതെല്ലാം ചെയ്തു RDCHR ആൻഡ് ഇൻഡെവ് അടുത്ത മാക്രോയെ അതിനകത്ത് ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താകും? ഇൻഡെവിന്റെ സ്ഥാനത്ത് RDCHR F1 എന്നാണ്. ഇൻഡെവിന്റെ സ്ഥാനത്ത് എന്താ വന്നത്? F1 ആണ് വന്നത്. അപ്പം അതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും എന്തായിരിക്കും വരിക? RDCHR F1 എന്ന സ്റ്റേറ്റ്മെന്റ് അതിനകത്തിൽ നിന്ന് കോൾ ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ആർഗ്യുമെന്റ് ടേബിൾ എങ്ങനെ ഇരിക്കും? ഇങ്ങനെയായിരിക്കും ആർഗ്യു ടാബ് ഇരിക്കുന്നത്. എന്ത് സംഭവിച്ചു? ആ നേരത്തെ ഇരുന്ന എന്താണ് ബഫർ, ലെങ്ത്, F1 എന്നൊക്കെ എനിക്ക് 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു അല്ലേ? ആ 3 വേരിയബിൾസിന് അല്ലെ 3 വാല്യൂസ് ഉണ്ടായിരുന്നു. അവരെ എല്ലാം എന്തായി? ലോസ്റ്റ്. ബഫർ, ലെങ്ത്, F1 ഇരുന്നതിനെ എല്ലാം ഓവർ റൈറ്റ് ചെയ്ത് വെറും F1 മാത്രമായി. ഒരു മാക്രോയ്ക്കകത്ത് ഒരു എക്സ്പാൻഷൻ സമയത്ത് വേറൊരു മാക്രോയെ കോൾ ചെയ്താൽ എന്താ സംഭവിക്കുക? ആർഗ്യുമെന്റ് ടേബിളിലുള്ള വാല്യൂസ് എല്ലാം ലോസ്റ്റ് ആയി പോകും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു മാക്രോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതത്തിൽ എന്ത് ചെയ്യും? എക്സ്പാൻഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ലോക്കൽ വേരിയബിൾ ഉണ്ട്, എക്സ്പാൻഡിങ് എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിളിനെ നമ്മൾ അൽഗോരിതത്തിൽ പറയുന്നുണ്ട്. ആ വേരിയബിൾ എന്താകും? ഫോൾസ് ആക്കി വെക്കും. അപ്പൊ ഞാൻ ആദ്യം ഇൻവോക്ക് ചെയ്ത എന്താണ്? RDBuf ആണ്. RDBufനെ ഇവിടെ
ആർ ഡി ബഫിനെ ഇൻവോക്ക് ചെയ്ത് വരുമ്പോൾ എക്സ്പാൻഡിങ് ട്രൂ ആയിരുന്നു. വീണ്ടും ഞാൻ റീഡി ക്യാറിനെ ഇൻവോക്ക് ചെയ്തു, അവിടെയും എക്സ്പാൻഡിങ് ട്രൂ ആയി. റീഡി ക്യാറിനെ ഞാൻ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും, എക്സ്പാൻഡിങ് എന്ന് പറയുന്ന ലോക്കൽ വരും. ഒരു മാക്രോയെ ഇൻവോക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എക്സ്പാൻഡിങ് എന്ന് പറയുന്ന ലോക്കൽ വേരിയബിളിനെ ഫോൾസ് ആക്കി കൊടുക്കും. എന്താകും, റീഡ് ക്യാരറ്റിന്റെ എക്സ്പാൻഷൻ കഴിയുമ്പോഴത്തേക്ക് എക്സ്പാൻഡിങ് വേരിയബിൾ ഫോൾസ് ആയി പോകും. പക്ഷെ ആർ ഡി ബഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ, ഇത് മറന്നു പോകും. ഞാൻ ഇൻ ദ മിഡിൽ ഓഫ് എ മാക്രോ എക്സ്പാൻഷൻ, ആർ ഡി ബഫിന്റെ എക്സ്പാൻഷന്റെ മിഡിൽ പാർട്ടിലായിരുന്നു, അവിടെ നിന്നാണ് ആർ ഡി ക്യാറിലേക്ക് വന്നതെന്നുള്ള കാര്യം നമ്മൾ എവിടെയും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇതങ്ങ് ആർ ഡി ബഫിന്റെ ബാക്കിയുള്ള പാർട്ട് എക്സ്പാൻഡ് ചെയ്യാതായി പോകും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ രണ്ട് പ്രോബ്ലംസ് ആണ് ഇങ്ങനെ മാക്രോ ഡെഫിനിഷനകത്ത് വേറൊരു മാക്രോ ഇൻവൊക്കേഷൻ വരുന്നത് കൊണ്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ആർഗി ടേബിളിലെ വാല്യൂസ്, ആർഗി ടാബിലെ വാല്യൂസ് ലോസ്റ്റ് ആകുന്നു. രണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാക്രോയെ ഒരു പകുതി എത്തുമ്പോഴായിരിക്കും, അല്ലെ ഏതെങ്കിലും ഇൻ ദ മിഡിലായിരിക്കും നമ്മൾ സെക്കൻഡ് മാക്രോ ഇൻവൊക്കേഷൻ നടക്കുന്നത്. അപ്പം സെക്കൻഡ് മാക്രോയുടെ ഇൻവൊക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ്പാൻഡിങ് എന്ന് പറയുന്ന വേരിയബിളിനെ ഫോൾസ് ആക്കി കൊടുക്കും. നമ്മുടെ അൽഗോരിതത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് കഴിയുമ്പോൾ എന്താകും, ബാക്കിയുള്ള ആദ്യത്തെ ഔട്ടർ മാക്രോയുടെ ബാലൻസ് പാർട്ട് എന്താകുന്നില്ല, എക്സ്പാൻഡ് ആകാതെ പോകും. ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ട് പ്രോബ്ലം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ റിക്കർസീവ് കോൾസൂടെ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ മാക്രോ എഴുതുക എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തൗട്ട് റിക്കർഷൻ സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് വല്ലതും ഉപയോഗിച്ച് ലോക്കൽ വേരിയബിൾസും റിട്ടേൺ അഡ്രസ്സും എല്ലാം എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഈ റിക്കർസീവ് കോൾസ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുക. രണ്ടെന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ലോക്കൽ വേരിയബിൾസിനെയും റിട്ടേൺ അഡ്രസ്സിനെയും പുഷ് ചെയ്യുകയും പോപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ. താങ്ക് യു.